ഹലോ വെൽക്കം ബാക്ക് ടു ആപ്റ്റിക്സ് അക്കാഡമി. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ യൂണിറ്റ് 4 ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലോട്ടേക്ക് വരിക. ഇത് പാർട്ട് 2 ആണ്. നമ്മൾ ഫൈനലി ഈ ഒരു സ്ലൈഡിലാണ് എത്തിയിരിക്കുന്നത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കൂൾ കോംപ്ലക്സ്. അപ്പോൾ നോക്കുക, ഒന്നാമത്തേതാണ് ടു ബ്രേക്ക് ദ ഐസൊലേഷൻ. സ്കൂൾ കോംപ്ലക്സ് ബ്രേക്സ് ദ ഐസൊലേഷൻ ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ വൺ സ്കൂൾ ആൻഡ് ദി അതർ. ടു എൻകറേജ് ഗ്രൂപ്പ് എഫേർട്സ്. ഇവിടെ എന്താണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? കോപ്പറേറ്റീവ് എഫേർട്സ് ഓഫ് ഓൾ ദി ടീച്ചേഴ്സ് വർക്കിംഗ് ഇൻ ദ പാർട്ടിസിപ്പൻറ്റ് സ്കൂൾ സോ ദാറ്റ് ദേ മേ എക്സ്ചേഞ്ച് ദെയർ എക്സ്പീരിയൻസസ് ആൻഡ് ഗൈഡ് ഈച്ച് അതർ. അടുത്തത് ടു യൂട്ടിലൈസ് റിസോഴ്സസ് ആണ്. ഇവിടെ എന്താ പറയുന്നത്? ദ സ്കൂൾ കോംപ്ലക്സ് മേക്സ് ദ ബെസ്റ്റ് യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ഇൻ ദ സ്കൂൾസ് ഓഫ് ദാറ്റ് ഏരിയ. ഇനി സോൾവിങ് പ്രോബ്ലംസിനെ എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യുന്നത്? സ്കൂൾ കോംപ്ലക്സ് ഹെൽപ്സ് ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ അക്കാഡമിക് പ്രോബ്ലംസ് ദേ ആർ ഫേസിംഗ് ആൻഡ് അസിസ്റ്റ് ദം ഇൻ ഇവോൾവിംഗ് ആൻഡ് ഡിവൈസിംഗ് വേസ് ആൻഡ് മീൻസ് ടു സോൾവ് ദം. ഇനി എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സിന് എങ്ങനെയാണ് അത് ഇമ്പ്രൂവ് ചെയ്യുന്നത്? ബൈ റിമൂവിങ് ദ ഇൻആഡിക്വസീസ് ഇൻ ദ പാർട്ടിസിപ്പേറ്റിംഗ് സ്കൂൾസ് ഇൻ ദ സ്കൂൾ കോംപ്ലക്സ്. ഇതൊക്കെ സിമ്പിൾ പോയിൻറ്റ്സ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ദ സ്കൂൾ കോംപ്ലക്സ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് സ്കൂൾസ് ഇൻ യൂസിങ് ബെറ്റർ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഓർഗനൈസിങ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് പ്ലാനിങ് സ്കൂൾ ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്ട്സ്. അപ്പോൾ അതാണ് ടു പ്രൊവൈഡ് ഗൈഡൻസ് എന്നുള്ള പോയിന്റിൽ പറയാനുള്ളത്. ഇനി ഒരു സ്കൂൾ കോംപ്ലക്സിൻ്റെ ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അക്കാഡമിക് ഗൈഡൻസ് അതിലുള്ളതാണ് ഒന്നാമത്തേത് ടീച്ചിങ്. ഓക്കെ, ടീച്ചിങ് അതിലുള്ള ഒരു പോയിൻ്റാണ്. ടീച്ചിങ്ങിൽ തന്നെ ഒരുപാട് സബ് പോയിൻറ്റ്സ് ഉണ്ട്, ഞാനൊന്ന് വായിച്ചു തരാം. ഡിവിഷൻ ഓഫ് സിലബസ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് യൂണിറ്റ് പ്ലാൻ, discussion on new methods of teaching, model lessons in the constituent schools, supervision of lessons by senior teachers, supervision of the teachers' diaries, lesson planning, team teaching, special talks on the contents, helping various projects. ഇങ്ങനെ ഒത്തിരി പോയിൻറ്റ്സ് ആണ് ടീച്ചിങ്ങിൽ വരുന്നത്. അടുത്തതാണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഇതിലും കുറേ സബ് പോയിൻറ്റ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്രൊവിഷൻ ഓഫ് ഗെയിം മെറ്റീരിയൽസ് ആൻഡ് ഫെസിലിറ്റീസ് ഓഫ് ദ പ്ലേ ഗ്രൗണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിനുള്ള പ്രൊവിഷൻ, ഗൈഡൻസ് ഒക്കെ, ഇൻ്റർ സ്കൂൾ ടൂർണമെൻറ്റ്സ്, ടൂർസ് ആൻഡ് എക്സ്കർഷൻസ്, അതൊക്കെ അതിലാണ് വരുന്നത്. അടുത്തതാണ് സ്കൂൾ ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റുകൾ. ഇതിൽ എന്തൊക്കെ പ്രോജക്റ്റുകളാണ് വരുന്നതെന്നറിയോ? സ്കൂൾ കോംപ്ലക്സ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സ്കൂൾ ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്ട്സ്, അതാണ് പറയുന്നത്. എക്യുപ്മെൻറ്റ് അസിസ്റ്റൻസിൽ വരുന്നതാണ് ലൈബ്രറി, ടീച്ചിങ് എയ്ഡ്സ്, മെറ്റീരിയൽസ്, പ്ലേ ഗ്രൗണ്ട്, പർച്ചേസ്, ഈ കാര്യങ്ങളൊക്കെ എക്യുപ്മെൻറ്റുകളാണല്ലേ. അത് കഴിഞ്ഞിട്ട് സൂപ്പർവിഷൻ വരുന്നുണ്ട്, ഇവാലുവേഷൻ വരുന്നുണ്ട്, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആൻഡ് അപ്ഗ്രേഡിംഗ്, എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്, അഡ്മിനിസ്ട്രേഷൻ. ഇതിനെയൊക്കെ പിന്നെ നമ്മൾ നേരത്തെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് വരുന്നുണ്ട് സ്കൂൾ കോംപ്ലക്സിൻ്റെ ഫങ്ഷൻസിൽ. അപ്പം കഴിവതും നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സ് ആണെങ്കിൽ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിൻറ്റ്സ് ഒക്കെ തന്നെയാണ് സ്കൂൾ കോംപ്ലക്സിൻ്റെ അഡ്വാൻറ്റേജിലും വരുന്നത് കേട്ടോ. ഒന്നാമത്തേത് ബ്രേക്കിംഗ് ഐസൊലേഷൻ, രണ്ടാമത്തേത് ലേണിംഗ് ബൈ അതേഴ്സ് എക്സ്പീരിയൻസ്. ഒരുപാട് സ്കൂളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ സ്കൂളുകളുടെയും എക്സ്പീരിയൻസ് വെച്ചിട്ട് പഠിക്കുന്നത്. അതുപോലെ തന്നെ റിസോഴ്സസിനെ ഇവിടെ നല്ല രീതിയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സിൻ്റെ നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് സംഭവിക്കുന്നത്, ഓരോ വ്യത്യസ്ത സ്കൂളുകളിലുള്ള ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ. അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സ്റ്റാൻഡേർഡ്സ്, പ്രൊക്യൂറിംഗ് അസിസ്റ്റൻസ് ഓഫ് എക്സ്റ്റേണൽ ഏജൻസീസ്, അസ്യൂമിങ് ബെറ്റർ അഡ്മിനിസ്ട്രേറ്റീവ്, ഇവിടെ എസ് അല്ല കേട്ടോ, AD ആണ്, കൺട്രോൾ, ഇംപ്രൂവ്ഡ് പെർഫോമൻസ്, ട്രയൽ ആൻഡ് ഇവാലുവേഷൻ, ഇക്കോണമി. ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അതിൽ ഇനിയും ഒരുപാട് പോയിൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. മ്യൂച്വൽ ബെനിഫിറ്റുകളില്ല എന്നും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. സോ പോയിൻറ്റ്സിൽ നിങ്ങൾക്ക് വേണ്ട പോയിൻറ്റ്സിനെ നോട്ട് ചെയ്യുക. ഐ എം റിയലി സോറി, ഇവിടെ ഒരു പേപ്പർ നമ്മുടെ മെറ്റീരിയലിൽ മിസ്സായിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് പോയിൻറ്റ്സ് ആ രീതിയിൽ വേണം കേട്ടോ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ നമ്മൾ ഈ മെറിറ്റ്സ് പറഞ്ഞതുപോലെ തന്നെ അതിന് ഡീമെറിറ്റ്സും ഉണ്ട്. എന്തൊക്കെയാണ്?
ഇൻക്രീസ് ഇൻ ലോഡ് ഓഫ് വർക്ക്, കുട്ടികൾക്കോ ടീച്ചേഴ്സിനൊക്കെ ലോഡ് ഓഫ് വർക്കാണ്. അതുപോലെ തന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. ഒരുപാട് ഈ കോംപ്ലക്സിനുള്ളിൽ മറ്റൊരു കോംപ്ലക്സ് അല്ലേ. അപ്പോൾ ഒരുപാട് സ്കൂളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിനെക്കാട്ടിലും മെച്ചമാവാൻ അവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നെഗ്ലക്റ്റ് ഓഫ് ഡ്യൂട്ടീസ്, നോ മ്യൂച്വൽ ബെനിഫിറ്റ്, കില്ലിംഗ് ഓഫ് ഇനീഷ്യേറ്റീവ്, മോർ ബർഡൻ ഓൺ ചൈൽഡ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി എന്താണ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് നോക്കാം. ഡെമോക്രസി ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ടു മോഡേൺ കൺട്രീസ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ ഇസ് എക്കോഡ് ത്രൂ ഔട്ട് ദ വേൾഡ്. അപ്പോൾ നമുക്കറിയാം ഡെമോക്രസി എന്താണെന്ന് അല്ലേ. Its power and responsibility are delegated in hierarchical system to the administrators at different levels. It is participation based on principles of cooperation, sharing of responsibilities, equality, justice and equal opportunities. Administration reflects this spirit through nurturing leadership qualities and collective decision making. ഇനി ഒരു ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഒന്നാമത്തേതാണ് എ സൗണ്ട് ഫിലോസഫി, രണ്ടാമത്തേതാണ് ഫ്രീഡം, മൂന്നാമത്തേത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ്, നാലാമത്തേത് ഫ്ലെക്സിബിലിറ്റി. ഓരോന്ന് നോക്കാം. എന്താണ് സൗണ്ട് ഫിലോസഫി? ഫിലോസഫി ഗിവ്സ് ഡിറക്ഷൻ ടു അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് ആൻഡ് ആക്ഷൻസ്. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ് ആൻഡ് കെയർ ഫോർ ദെയർ വെൽഫെയർ. മറ്റുള്ളവരെ കൂടെ പരിഗണിക്കണം എന്നുള്ളതാണ്. The head of the institution consults teachers and students before taking a decision and convenes them if he has to disregard their views. അപ്പോൾ ഈ ഡെമോക്രാറ്റിക് ഇതിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തും സ്റ്റുഡൻസിൻ്റെ അടുത്തും അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അടുത്തത് ഫ്രീഡമാണ്. ഇവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഇൻ ഡിസ്ചാർജിങ് their academic duties in an innovative or creative manner, right to differ from the official standpoint, opportunities to offer constructive suggestions and criticism are part of academic freedom. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ അക്കാഡമിക് ഫ്രീഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു ഒഫീഷ്യൽ പോയിന്റിൽ തന്നെ നിൽക്കാൻ ചിലപ്പം ചാൻസ് ഇല്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അടുത്തത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ്. ഓക്കെ, ഇവിടെ സ്റ്റുഡൻസ് ആർ ദ കൺസ്യൂമേഴ്സ് ആൻഡ് അൾട്ടിമേറ്റ് ബെനിഫിഷ്യറീസ് ഓഫ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കുട്ടികൾക്കാണ്. സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ ടു ഇൻവോൾവ് ദം ഇൻ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ. സ്റ്റുഡൻറ്റ് ലീഡേഴ്സ് ഷുഡ് ബി എൻകറേജ് ടു പ്ലേ എ പോസിറ്റീവ് റോൾ ഇൻ ഇംപ്രൂവിംഗ് ദ ഫെസിലിറ്റീസ് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് തന്നെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഉതകുന്ന രീതിയിലായിരിക്കണം. അടുത്തത് ഫ്ലെക്സിബിലിറ്റിയാണ്. എല്ലാ റൂൾസും പ്രസിഡൻസും ഒക്കെ ഒബേ ചെയ്യുന്ന ആളാവരുത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ന്യൂ സിറ്റുവേഷൻസ് ഡിമാൻഡ് ന്യൂ സൊല്യൂഷൻ. ഓരോ പ്രശ്നങ്ങൾക്ക് ഓരോ സൊല്യൂഷൻസ് ആണ് വേണ്ടത്. ഹിസ് അപ്രോച്ച് ടു പ്രോബ്ലംസ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ആൻഡ് നോട്ട് റിജിഡ്, ആസ് അതർവൈസ് ഹി മൈറ്റ് കൺവേർട്ട് ദ പ്രോബ്ലം ഇൻ ടു എ ക്രൈസിസ്. അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ ക്രൈസിസ് ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് ചാൻസ് ഉണ്ട്. ഇനി മെഷേഴ്സ് ഫോർ പ്രൊമോട്ടിംഗ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ, അതാണ് ഒന്നാമത്തേത്. സ്റ്റാഫ് കൗൺസിൽ, സ്റ്റുഡൻറ്റ് സെൽഫ് ഗവൺമെൻറ്, ഇൻവോൾവ്മെൻറ്റ് ഓഫ് പാരൻസ് എന്നുള്ളതാണ്. ഓക്കെ, സോഷ്യൽ സർവീസ്, ഇങ്ങനെ 4 പോയിൻറ്റ്സ് ആണ്. സ്റ്റാഫ് കൗൺസിൽ നമുക്കറിയാം അല്ലേ. സ്റ്റാഫ് കൗൺസിൽ എന്താണ്? അവിടെയുള്ള മെമ്പേഴ്സിൻ്റെ ഒരു കൗൺസിലാണ്. സ്റ്റുഡൻറ്റ് സെൽഫ് ഗവൺമെൻറ്, സ്റ്റുഡൻസിൻ്റെ, അതായത് ലീഡർഷിപ്പ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി ഷുഡ് ബിഗിൻ അറ്റ് സ്കൂൾ ലെവൽ. ഇവിടെ സ്റ്റുഡൻസിന് ഇലക്ഷനൊക്കെ നടത്തിയിട്ട് ലീഡേഴ്സ് ഉണ്ടാവും ഓരോ ക്ലാസ് ലെവൽ. അതുപോലെ തന്നെ ക്ലാസ് ലെവലിൽ തന്നെ ഇനി ഓരോ ക്ലാസ്സസിൽ, അതേപോലെ തന്നെ ഡിവിഷൻസിൽ, ഇതിലൊക്കെ ലീഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ഗവൺമെൻറ്. പിന്നെ ഇൻവോൾവ്മെൻറ്റ് ഓഫ് പാരൻസ്, നമ്മൾ PTA പറഞ്ഞതുപോലെ തന്നെ. അടുത്ത് സോഷ്യൽ സർവീസ്. ഇത്രയും കാര്യങ്ങളാണ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രൊമോട്ട് ചെയ്യുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് സ്കൂൾ പ്ലാനാണ്. ഫിസിക്കൽ ഫെസിലിറ്റീസ് ആർ എസെൻഷ്യൽ ഫോർ സ്മൂത്ത് റണ്ണിങ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഡേയ്സ് ആർ ഗോൺ വെർ ഓൺലി എ ഹാൻഡ്ഫുൾ ഓഫ് സ്റ്റുഡൻസ് വർ ടോട്ട് ബൈ എ ടീച്ചർ അണ്ടർ എ ട്രീ ഓർ ഇൻ എ ഫോർ കോർട്ട് ഓഫ് ഹിസ് ഹൗസ്. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വിത്ത് ദ ആഡ്വെൻറ്റ് ഓഫ് മാസ് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പ്ലോഷൻ ഓഫ് നോളജ്, മോർ ആൻഡ് മോർ ഫെസിലിറ്റീസ് ആർ റിക്വയർഡ് ടു ടീച്ച് ആൻഡ് ലേൺ മോർ സബ്ജക്ട്സ്. റെക്കമെൻഡേഷൻ ഓഫ് ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ certain amenities for the education such as common rooms, sanitary convenience, provisions for midday meals and refreshments to be taken, retiring room for girls should be provided. അപ്പം സ്ത്രീകൾക്കും അതുപോലെ തന്നെ എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കാനുള്ള
കാര്യങ്ങൾ ഉണ്ടാവണം. ടീച്ചേഴ്സിന് അക്കോമഡേഷനുള്ള ഒരു റൂം ഉണ്ടായിരിക്കണം. ഒരു റീഡിംഗ് റൂമും ലൈബ്രറിയും ഉണ്ടായിരിക്കണം. വിസിറ്റേഴ്സ് റൂം വെർ പാരൻസ് ആൻഡ് റിലേറ്റീവ്സ് ഹു ഹാവ് കം ഓൺ ബിസിനസ് ക്യാൻ വെയിറ്റ്, അത് വേണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് റൂം ഫോർ അസിസ്റ്റൻറ്റ് ഹെഡ് മാസ്റ്റർ ഇഫ് ഇറ്റ് ഹാസ് സച്ച് എ പോസ്റ്റ്, ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റൂം വേണം. ലബോറട്ടറീസ് ആൻഡ് വർക്ക്ഷോപ്സ് ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ആർ നെസസറി. ക്ലാസ് റൂം ഷുഡ് ഹാവ് വൈഡ് കോറിഡോർസ് ടു ഫെസിലിറ്റേറ്റ് ഈസി മൂവ്മെൻറ്റ്. കോറിഡോർ ചെറുതാവരുത്, അത്യാവശ്യം വലുതാവണം. അതുപോലെ തന്നെ ബൈസിക്കിൾ സ്റ്റാൻഡ്, അതൊന്നും ഉണ്ടാവാറില്ല, ഉണ്ടെങ്കിൽ അതും കൂടെ പ്രൊവൈഡ് ചെയ്യണം. ഇനി അടുത്തത് നോക്കുക, സൈറ്റ് ഫോർ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒന്നാമത്തേതാണ് സറൗണ്ടിങ്സ്. സൈറ്റ് സെലക്റ്റഡ് ഷുഡ് നോട്ട് ബി ഫാർ അവേ ഫ്രം ദ ടൗൺ. ടൗണിൽ നിന്ന് ഒരുപാട് ദൂരത്തായിരിക്കരുത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ സൈറ്റ് സെലക്ട് ചെയ്യുന്നത് ഒരു ഏകദേശം റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കണം. സൈറ്റ് ഷുഡ് ബി ലെവൽ ആൻഡ് സ്ലൈറ്റ്ലി ഇലവേറ്റഡ് ടു അവോയ്ഡ് വാട്ടർ ലോഗിങ്. വെള്ളം തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇലവേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. ദ ലാൻഡ് ഷുഡ് നോട്ട് ബി ബാരൻ ബട്ട് ഫെർട്ടൈൽ ഇനഫ് ടു ഡെവലപ്പ് ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം, അല്ലാതെ പൊള്ളയായിട്ടുള്ള ബാരൻ ലാൻഡ് ആവരുത്. ഇനി എന്തൊക്കെ സൈറ്റുകളാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. അതായത് എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? അൺഡിസൈറബിൾ സറൗണ്ടിങ്സ് നിയർ ദ സ്കൂൾ ലൈക്ക് ഫാക്ടറി, മാർക്കറ്റിൻ്റെ അടുത്തൊന്നും പാടില്ല. ക്രൗഡഡ് ആയിട്ടുള്ള സ്ട്രീറ്റിൽ പാടില്ല. റബ്ബിഷ് ഹീപ്പുകളിൽ പാടില്ല. മാർഷി ലാൻഡുകളിൽ പാടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പാടില്ല. അടുത്തേത് നോക്കുക, ബിൽഡിങ്സ്. There are different type of designs for constructing school buildings. They resemble the letters E, H, L or inverted L and the main entrance to the building should face the road. അപ്പോൾ ഓരോ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മിക്ക ബിൽഡിങ്ങുകളും E, H, L അല്ലെങ്കിൽ ഇൻവേർട്ടഡ് L എന്നുള്ള രീതിയിലൊക്കെ. അതുപോലെ തന്നെ റോഡിനെ ഫേസ് ചെയ്തായിരിക്കണം അതിൻ്റെ എൻട്രൻസ് വരേണ്ടത്. ബിൽഡിംഗ്സ് ഷുഡ് ബി ഡിസൈൻഡ് ബൈ ക്വാളിഫൈഡ് ആർക്കിടെക്ട്സ് ഓർ സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് അപ്രൂവ്ഡ് ബൈ ദ കൺസേൺഡ് അതോറിറ്റി. ഏതെങ്കിലും രീതി ക്രിയേറ്റ് ചെയ്താൽ പോരാ, അത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് വേണം ആർക്കിടെക്ട്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിലെന്തൊക്കെ ബ്ലോക്കുകളാണ് വേണ്ടത്? അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് വേണം, ലൈബ്രറി വേണം, ലബോറട്ടറി വേണം, പ്രിൻസിപ്പലിൻ്റെ റൂം വേണം, കമ്പ്യൂട്ടർ ബ്ലോക്കുകൾ വേണം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. റെക്കമെൻഡേഷൻസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. In view of the present unsatisfactory position regarding school buildings, it is necessary to take steps to clear the backlog of unconstructed school buildings as well as to provide additional buildings for new enrollment. അപ്പോൾ അങ്ങനെയും ഇങ്ങനെയൊക്കെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വെക്കാനൊന്നും പറ്റില്ല. അതിന് ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. Allocations of funds for construction of school buildings should be increased in the central and state budgets and community resources mobilized on the basis of equalization. Loans and grants in aid should be given on liberal basis to private schools for the construction of buildings. അപ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ടുകൾ, അതായത് ലോണുകളും ഈ കാര്യങ്ങളൊക്കെ സ്കൂളിനും അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനും അനുസരിച്ചായിരിക്കും കിട്ടുന്നത്. അതിനെക്കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങളാണ് അവർ പറയുന്നത്. എന്താണ്? ദ നോംസ് ആൻഡ് ഗൈഡൻസ് അവൈലബിൾ ആസ് എ റിസൾട്ട് ഓഫ് വർക്ക് ഓഫ് എ നമ്പർ ഓഫ് കമ്മിറ്റീസ് അപ്പോയിൻറ്റഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് ഓൺ ദ ബിഹാഫ് ഓഫ് മിനിസ്ട്രി ഓഫ് വർക്ക്സ് ആൻഡ് ദ പ്ലാനിംഗ് കമ്മീഷൻ UQC. ഓക്കെ, UQC എന്നാണ് പറയുന്നത്. ആൻഡ് സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് റൂർക്കി ആൻഡ് ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസിംഗ് ആൻഡ് പ്ലാനിംഗ് ഓഫ് സ്കൂൾ ബിൽഡിംഗ്സ് ഷുഡ് ബി പുട്ട് ഇൻ ടു പ്രാക്ടീസ്. ഇൻ വ്യൂ ഓഫ് ദ ഷോർട്ടേജ് ഓഫ് ട്രഡീഷണൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ദ കോസ്റ്റ് ഇൻവോൾവ്ഡ്, വെൽ ഡിസൈൻഡ് ആൻഡ് കൺസ്ട്രക്ട് കച്ച സ്ട്രക്ചേഴ്സ് ഷുഡ് ബി ആക്സെപ്റ്റഡ് ആസ് എ പാർട്ട് ഓഫ് സ്കൂൾ സിസ്റ്റം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേക രീതികളൊക്കെ ഉണ്ട് അല്ലേ? ഓരോ ഷേപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒബേ ചെയ്യണം. അതിൽ പെർട്ടിക്കുലർ ബ്ലോക്കുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് നിർബന്ധങ്ങളാണ് ഉള്ളത്. ഇനി സ്റ്റാഫ് റൂംസ് നോക്കുക. 2 സ്റ്റാഫ് റൂംസ്, 1 for men and another for women should be provided in the middle of the building complex, not far away from the principal's rooms. കൂടുതൽ ദൂരെയല്ല പ്രിൻസിപ്പലിൻ്റെ റൂമിൽ, എന്നാൽ ഏകദേശം നടുഭാഗത്തായിട്ട് 2 റൂമുകൾ വേണമെന്നാണ്. മിക്കവാറും ഒരു റൂമാണ് എല്ലാ സ്ഥലത്തും കാണാറുള്ളത്. ഒന്ന് മെന്നിനും ഒന്ന് വിമണിനുമാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഈ ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാഫ് റൂംസ് കുഡ് ബി പ്രൊവൈഡഡ് സബ്ജക്റ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഓർ ലെവൽ വൈസ്. അപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് സ്റ്റാഫ് റൂമുകൾ വേണം. ഇനി ക്ലാസ് റൂംസ്,
ക്ലാസ് റൂമിൻ്റെ സൈസസ് വരെ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 25x20 ഇൻ ഡയമെൻഷൻ ആയിരിക്കണം ക്ലാസ് റൂമിൻ്റെ സൈസ്. അതുപോലെ തന്നെ കുട്ടികളുടെയും സ്റ്റാൻഡേർഡിൻ്റെയും കോഴ്സിൻ്റെയും സെക്ഷൻ്റെയും ഒക്കെ അനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. ലൈബ്രറി ആൻഡ് ഡ്രോയിങ് റൂമാണ്. റീഡിംഗ് ഹാബിറ്റ്സ് ഹാവ് ടു ബി എൻകറേജ്. ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ലൈബ്രറീസ് ഹാവ് ഡിഫറെൻറ്റ് വർക്കിംഗ് അവേഴ്സ് ടു ഇനേബിൾ ദ സ്റ്റുഡൻസ് ടു യൂസ് ഇറ്റ് മോർ എക്സ്റ്റെൻസീവ്ലി. ക്ലാസ്സിൻ്റെ അതേ സമയത്താണ് ലൈബ്രറീസ് എങ്കിൽ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടെ അധിക സമയം കിട്ടുന്നത് നല്ലതായിരിക്കും. ഓപ്പൺ ആക്സസ് സിസ്റ്റം ഈസ് നോട്ട് അവൈലബിൾ ഇൻ മെനി ഇൻസ്റ്റിറ്റ്യൂഷൻ. കുറേ സ്ഥലത്ത് ഓപ്പൺ ആക്സസ് ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ലൈബ്രറിയൻ ഇഷ്യൂസ് ദ ബുക്സ് റിക്വയർഡ് ബൈ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്സ് ലൈബ്രറിയനെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ലാബ് ഫെസിലിറ്റീനെ കുറിച്ചാണ് പറയാനുള്ളത്. Separate laboratories for physical sciences, biological sciences and natural sciences could be developed wherever possible. അപ്പോൾ ലാബിൻ്റെ കേസിൽ ഓരോ ടൈപ്പ് ഓഫ് സയൻസിന് ഡിഫറെൻറ്റ് ലാബുകൾ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ലാബ് ഷുഡ് ബി എക്വിപ്ഡ് വിത്ത് apparatus and materials to conduct experiments and demonstrations relating to the practical assignments suggested in the curriculum. കരിക്കുലത്തിൽ പറഞ്ഞ പോലെയുള്ള എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആപ്റ്റായിട്ടുള്ള ലാബ് ആയിരിക്കണം. ഇനി പ്ലേ ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ ആണത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീങ് ഓഫ് ചിൽഡ്രന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ ഗുഡ് റിക്രിയേഷൻ ആൻഡ് ഹാസ് ഗ്രേറ്റ് സോഷ്യലൈസിങ് പൊട്ടൻഷ്യൽ. ഇനി വാഷ്റൂമിൻ്റെ കേസിൽ, സാനിറ്റേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സാനിറ്റേഷൻ ഇസ് എ നെഗ്ലക്റ്റഡ് ഏരിയ ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ കേരള അതുപോലെ തന്നെ തമിഴ്നാട് കുഴപ്പമില്ല ഒരു പരിധി വരെ, എന്നാലും ഒരുപാട് ഭാഗത്ത് ഇന്ത്യയുടെ ഒരുപാട് ഭാഗത്ത് സാനിറ്റേഷൻ അത്ര കാര്യമായിട്ട് നോക്കാറില്ല. ദ ഫ്യൂച്ചർ ജനറേഷൻ ഹാസ് ടു ബി ട്രെയിൻ ടു യൂസ് സാനിറ്ററി ഫെസിലിറ്റീസ് ആൻഡ് പുട്ട് എ ചെക്ക് ടു ഡിസീസ്. Adequate number of urinals, toilets and wash basins should be provided to staff members, girls and boys. ഇനി ഗാർഡൻ്റെ കേസ് നോക്കുക. നേറ്റീവ് സ്റ്റഡി awakens the curiosity of children. Children like plants, flowers and fruits. Gardening teaches them about soil, climate, vegetables and fruits and food and medicinal value of plants. അപ്പോൾ സ്കൂളുകളിൽ ഗാർഡൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ക്യാമ്പസിന് അത് ബ്യൂട്ടി കൊടുക്കുകയും ചെയ്യും. ഇനി ഫേർണിച്ചർ മെയ്ഡ് ഓഫ് വുഡ് ഓർ സ്റ്റീൽ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഇൻ adequate numbers. When ordering for furniture, the following consideration should be kept in mind. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എക്യുപ്മെൻറ്റ്സ്. 2 kinds of equipment could be used. മൂവബിൾ എക്യുപ്മെൻറ്റും അതുപോലെ തന്നെ ഫിക്സ്ഡ് എക്യുപ്മെൻറ്റും. മൂവബിൾ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗാഡ്ജറ്റ്സ് ലൈക്ക് ഓവർ ഹെഡ് പ്രൊജക്ടേഴ്സ്, റേഡിയോസ്, ടെലിവിഷൻ സെറ്റ്സ്, ബോർഡ്സ് ഒക്കെ. ഇനി ഫിക്സ്ഡ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻറ്റിലേറ്റേഴ്സ്, വാട്ടർ ടാപ്സ്, പവർ പോയിൻറ്റ്സ്, സൗണ്ട് സിസ്റ്റം എന്നുള്ളതൊക്കെ. അടുത്തതാണ് ക്യാൻറ്റീൻ ഓർ ലഞ്ച് ഹാൾ. നോൺ മീൽ ഇസ് സെർവ്ഡ് ഇൻ ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതർ ദാൻ പ്രൈവറ്റ് വൺസ്. നോൺ മീൽ പ്രൈവറ്റ് അല്ലാത്ത എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലഞ്ച് ഹാൾസ് ഹാവ് ടു ബി പ്രൊവൈഡഡ് വിത്ത് വാട്ടർ ടാപ്സ്, ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എല്ലാം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നോക്കുക, മീനിങ് ഓഫ് സ്കൂൾ ടൈം ടേബിൾ. ദ സ്കൂൾ ടൈം ടേബിൾ ഇസ് ദ പ്ലാൻ ഓർ ദ ചാർട്ട് ഇൻ എ സ്കൂൾ ഷോയിങ് ദ ഡെയിലി അലോട്ട്മെൻറ്റ് ഓഫ് ടൈം അമംഗ് സെവറൽ സബ്ജക്റ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ക്ലാസ്സസ്. നമുക്കറിയാം സ്കൂൾ ടൈം ടേബിൾ എന്താണെന്ന്. വാട്ട് എ സ്കൂൾ സ്റ്റാൻഡ്സ് ഫോർ ആൻഡ് ഹൗ ഇറ്റ് ഫങ്ഷൻസ് ക്യാൻ ബി അസസ്ഡ് ഫ്രം ദ സ്കൂൾ ടൈം ടേബിൾ. ഇറ്റ് ഇസ് എ മിറർ ദാറ്റ് റിഫ്ലെക്ട്സ് ദ എൻറ്റയർ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഫോളോഡ് ഇൻ ദ സ്കൂൾ. അപ്പോൾ അതൊരു മിററായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിനെ സ്പാർക്ക് പ്ലഗ് എന്നാണ് പറയുന്നത്. which sets its various activities and programs into motion. ഇനി സ്കൂൾ ടൈം ടേബിളിൻ്റെ ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. എഡ്മൺസൺ പറയുന്നത് ദ ടൈം ടേബിൾ ഇസ് എൻ ഔട്ട്ലൈൻ ഓഫ് ദ ഡേയ്സ് വർക്ക് വിച്ച് ഇൻഡിക്കേറ്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ്? ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് സ്കൂൾ ഡേ, തുടങ്ങുന്നതും അവസാനിക്കുന്നതും പറയുകയാണ്. അതുപോലെ തന്നെ ഓരോ ക്ലാസ് പീരിയഡുകളും സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും പറയുന്നുണ്ട്. ആക്ടിവിറ്റീസ് പീരിയഡ് ആൻഡ് ഹോംവർക്ക് പീരിയഡ്. സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫേർഡ് പറയുന്നുണ്ട്. ഡേയ്സ് ഓൺ വിച്ച് ഈച്ച് ക്ലാസ് ആൻഡ് ഈച്ച് ആക്ടിവിറ്റി മീറ്റ്. നെയിം ഓഫ് ദ ടീച്ചർ ഇൻ ചാർജ് ഓഫ് ഈച്ച് ക്ലാസ് ഓർ ആക്ടിവിറ്റി. റൂം ഇൻ വിച്ച് ക്ലാസ് ഓർ ആക്ടിവിറ്റി മീറ്റ്സ്. ആൻഡ് ടൈം, ലെങ്ത് ആൻഡ് നമ്പർ ഓഫ് ഇൻ്റർമിഷൻസ്. ഇത്രയും കാര്യങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ടൈം ടേബിൾ. നമുക്ക് കിട്ടുന്നതൊക്കെ യഥാർത്ഥ ടൈം ടേബിൾ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇതേപോലെ H.G. സ്റ്റേഡ് പറയുന്നതും ഡോക്ടർ ജശ്വന്ത് സിംഗ് പറയുന്നതും മൊഹ്ലിയുദ്ദീൻ പറയുന്നതും ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് തോന്നുന്ന ഒരു ഡെഫിനിഷനെ പഠിക്കുക, അത് മാത്രം യൂസ് ചെയ്യുക. ഈ സ്പാർക്ക് പ്ലഗ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ, ഒത്തിരി പേര് അതിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് ടൈം ടേബിൾ. ഒരു നല്ല ടൈം ടേബിളിൻ്റെ പ്രിൻസിപ്പിൾസാണ് വെറൈറ്റി ആയിരിക്കണം. അടുത്തത് എന്താണ്? സഫിഷ്യൻറ്റ് പ്ലേസ് ഫോർ ആക്ടിവിറ്റീസിന് സഫിഷ്യൻറ്റ് പ്ലേസ് വേണം. ഓരോ പീരിയഡിൻ്റെ ഡ്യൂറേഷൻ വേണം. അതുപോലെ തന്നെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വർക്ക് ഫോർ
ടീച്ചേഴ്സിനെ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ബെസ്റ്റ് റൂം ആൻഡ് എക്യുപ്മെൻറ്റ് യൂട്ടിലൈസേഷൻ. ഇത്രയും സാധനങ്ങളൊന്നും പൊതുവേ നമ്മുടെ ടൈം ടേബിളിൽ ഉണ്ടാവാറില്ല, പക്ഷേ ഇതൊക്കെയാണ് ടൈം ടേബിളിൽ വേണ്ടത്. ഇനി ഇൻസിഡൻസും ഫാറ്റിഗും ഒക്കെ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ വേരിയേഷൻസ് ടു സ്യൂട്ട് ലോക്കൽ കണ്ടീഷൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്തെങ്കിലും കാരണവശാൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിരിക്കണം. അടുത്തത് നോക്കുക, റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസ് ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. എന്തൊക്കെയാണ് റോളുകൾ? റോൾ കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ റിക്കറൻറ്റ് ആക്ടിവിറ്റീസ് നോട്ട് ഓഫ് എ ടോട്ടൽ പാറ്റേൺ ഓഫ് ഇൻ്റർഡിപെൻഡൻറ്റ് ആക്ടിവിറ്റീസ് വിച്ച് ഇൻ കോമ്പിനേഷൻ പ്രൊഡ്യൂസ് ദ ഓർഗനൈസേഷണൽ ഔട്ട്പുട്ട്. റോൾ ബിഹേവിയർ ഓഫ് ഹെഡ് മാസ്റ്റർ റിഫേഴ്സ് ടു ദ റിയൽ പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വൈൽ ഇൻ ദ പോസ്റ്റ് ഹെഡ് മാസ്റ്റർ. അപ്പോൾ ഒരു ഹെഡ് മാസ്റ്റർ എന്ന പോസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നോക്കേണ്ടത്? അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇൻസ്ട്രക്ഷണൽ ലീഡറാണ്, ഫെസിലിറ്റേറ്റർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ്, HR-ൻ്റെ ഫെസിലിറ്റേറ്ററാണ്, ചേഞ്ച് ഏജൻ്റാണ്, കോൺഫ്ലിക്റ്റ് മീഡിയേറ്ററാണ്, ഡിസിപ്ലിനേറിയനാണ്. ഇത്രയും കാര്യങ്ങളാണ് ആൾ ചെയ്യുന്നത്. ഇനി മാനേജർ എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? Headmaster's primary role is to procure, organize and coordinate both physical and human resources and put them to the best possible use so as to achieve the goals of the organization smoothly and effectively. അപ്പോൾ ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ ഡ്യൂട്ടിയാണ് അവിടുത്തെ ഫിസിക്കലും ഹ്യൂമൻ റിസോഴ്സസിനെയും ഒരുപോലെ കൊണ്ടുപോവുക എന്നുള്ളത്. ഇതുപയോഗിച്ചിട്ട് ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതും. ഹിസ് മെയിൻ റോൾ ഇസ് ടു ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിച്ച് വിൽ റിസൾട്ട് ഇൻ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ് ആൻഡ് ദ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഓഫ് സച്ച് ഇൻഫർമേഷൻ അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് നോൺ ക്രൈറ്റീരിയ. അപ്പോൾ ഒരു കുട്ടിയുടെ വിജയത്തിനും പരാജയത്തിനും പിന്നിൽ ഒരു ഹെഡ് മാസ്റ്റർ ആണ് ഉള്ളത്. മാത്രമല്ല, ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ നോൺ ത്രെറ്റനിങ് ആൻഡ് സേഫ് എൻവയോൺമെൻറ്റ് ഫോർ ഓൾ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ് ഇൻ സ്കൂൾ ആൻഡ് ഓർ at school related functions. അതുപോലെ the school headmaster is responsible for overall maintenance of the school grounds and school building. സ്കൂൾ ഗ്രൗണ്ടിൻ്റെയും സ്കൂൾ ബിൽഡിങ്ങിൻ്റെയും മൊത്തം ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. അദ്ദേഹമാണ് എല്ലാ ആക്ടിവിറ്റീസും, സ്കൂളിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും, അതുപോലെ തന്നെ സ്കൂൾ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യേണ്ട ആളും അദ്ദേഹം തന്നെയാണ്. ഇനി ഒരു ഇൻസ്ട്രക്ഷണൽ ലീഡർ എന്നുള്ള നിലയ്ക്ക് ഹെഡ് മാസ്റ്ററിൻ്റെ പങ്ക് എന്താണ്? അദ്ദേഹം വെറും ഒരു മാനേജർ മാത്രമല്ല, പക്ഷേ അദ്ദേഹത്തിന് ഒരു ലീഡർഷിപ്പും കൂടെ ഉണ്ട്. ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസിൽ അദ്ദേഹം നോക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ? ഒബ്സർവേഷൻ, സൂപ്പർവിഷൻ, ഗൈഡൻസ്, ഓർഗനൈസിങ്, ഇൻ സർവീസ്, എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, ഡെമോൺസ്ട്രേഷൻ ലെസൺസ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അദ്ദേഹം ഇനി ഒരു ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ട് ക്ലാസ് എടുക്കാതിരിക്കണം എന്നല്ല. ഒരു ഹെഡ് മാസ്റ്റർ തീർച്ചയായും 1, 2 അതിലധികമോ സബ്ജക്റ്റുകളിൽ എക്സ്പേർട്ടായിരിക്കണം. അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അറിയില്ല എന്ന് പറയരുത്. അത്രയും എഫിഷ്യൻ്റായിട്ട് ആൾക്ക് ക്ലാസ് എടുക്കാനും സാധിക്കണം. അതുപോലെ he should peruse the annual plans, notes of lessons and test papers and offer constructive suggestions for improvement. ഇനി ഹ്യൂമൻ റിലേഷൻസിൻ്റെ ഫെസിലിറ്റേറ്റർ ആയിട്ട് എങ്ങനെയാണ്? Authors like Mary Parker Follett and Elton Mayo highlighted human relations as the key role of the head of the institution, meeting the just needs of the employees and developing cooperative and harmonious relationships among them for achieving the goals were emphasized by them. അപ്പോൾ HR-ൻ്റെ രീതിയിലും ഹെഡ് മാസ്റ്റർക്ക് നല്ലൊരു പങ്കുണ്ട്. പ്രൊവൈഡിങ് എ ഹ്യൂമനിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലൈമറ്റ് അലോങ് വിത്ത് ഹൈ സ്റ്റാഫ് മൊറൈൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. അടുത്തതാണ് ചേഞ്ച് ഏജൻറ്റ്. നത്തിങ് ഈസ് പെർമനൻറ്റ് എക്സെപ്റ്റ് ചേഞ്ച്. ചേഞ്ച് അല്ലാതെ മറ്റൊന്നും പെർമനൻ്റ് അല്ല. ഹെഡ് മാസ്റ്റർ ഷുഡ് സെർവ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ഇന്നോവേഷൻ. ഇറ്റ് ഈസ് നീഡ്ലെസ് ടു സ്റ്റേറ്റ് ദാറ്റ് ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഹാവ് ടു ബി ചേഞ്ച്ഡ് ആൻഡ് ഇന്നോവേഷൻസ് ഇൻട്രൊഡ്യൂസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ചേഞ്ചിങ് വേൾഡ്. അപ്പോൾ എപ്പോഴും എഡ്യൂക്കേഷണൽ ഫീൽഡിൽ പ്രോഗ്രാംസ് ആയി കഴിഞ്ഞാലും എന്താണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ചേഞ്ചുകൾ വരണം. ഹെഡ് മാസ്റ്റർ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഹെൽത്തി ചേഞ്ചസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആളുമായിരിക്കണം. ചേഞ്ചിൻ്റെ നീഡിനെ ഡയഗ്നോസ് ചെയ്യണം. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് ഓർ സെലക്ടിങ് ആൻഡ് ഇന്നോവേഷൻ, ഓറിയൻറ്റിംഗ് ദ ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് പ്രപ്പോസ്ഡ് ചേഞ്ച്, ആൻറ്റിസിപ്പേറ്റിംഗ് പ്രോബ്ലംസ് ആൻഡ് റെസിസ്റ്റൻസ് ബൈ പ്രഷർ ഗ്രൂപ്പ്സ് എഗെയിൻസ്റ്റ് ചേഞ്ച്. ഇനി ഡിസിപ്ലിനേറിയൻ എന്നുള്ള മേഖലയിൽ ഹെഡ് മാസ്റ്ററുടെ പങ്കാണ് നമ്മൾ പറയുന്നത്. ഇൻ സ്കൂൾ ഷുഡ് നോട്ട് ടേക്ക് ദ
army as model, a totally different concept of discipline is aimed at by educators. It is more self-discipline, cooperation, sense of duty, and fairness and a dignified behavior. Though mild punishments are not ruled out, discipline should be promoted through model behavior, serious advice, and persuasion. ഇനി ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണ് അഡ്മിനിസ്ട്രേഷനിൽ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ആദ്യത്തേതാണ് ആസ് എ സൂപ്രണ്ട്, ആസ് എ സൂപ്പർവൈസർ, ആസ് എ പ്ലാനർ ആൻഡ് ആസ് എ കൺട്രോളർ. ഇനി അതിന് കൂടുതലായിട്ട് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസിന് നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, സ്റ്റുഡൻസിൻ്റെ ക്യാരക്ടറും മൊറാലിറ്റിയും ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് ക്ലാസ്സസ് ക്ലീനായിട്ടും നീറ്റായിട്ടും പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. To evaluate various aspects of the students' development including character, participating in curricular and extracurricular activities. അതൊക്കെ പണ്ടൊക്കെ നമുക്കുണ്ടാകും ഒരു പാർഷ്യാലിറ്റി ഉള്ള ടീച്ചർ. അവരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് അതൊരുപാട് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സ്റ്റുഡൻസിനെ അവരുടെ സ്യൂട്ടബിൾ വാല്യൂസും സൊസൈറ്റിക്ക് വേണ്ടി ഉള്ള വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. അതുപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുക, സ്റ്റുഡൻസിന് അവരുടെ പ്രോബ്ലംസിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, സ്റ്റുഡൻസിന് ആവശ്യമുള്ള സമയത്ത് അവരെ ഗൈഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നിൽക്കുക. ഇനി ഡ്യൂട്ടീസ് ഓഫ് ടീച്ചർ എന്തൊക്കെയാണ് കുട്ടികളുമായിട്ടുള്ളത്? Providing instruction, following closely the prescribed syllabus, motivating students to learn more and more, facilitating learning by offering useful help, caring for students even after the school hours, maintaining proper psychosocial climate in the classroom, participating in co-curricular programs, offering guidance and counseling services, maintaining cordial relationship with students, paying special attention to slow learners, improving his capabilities through action research. അപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് പാഠപുസ്തകങ്ങൾ മാത്രം പഠിപ്പിക്കുകയല്ല, അതിനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം എന്തൊക്കെയാണ്, സ്കൂൾ കഴിഞ്ഞാലും അവർക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുക, അവരെ പഠിക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുക, സ്റ്റുഡൻസുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അവരെ കോ കരിക്കുലർ പ്രോഗ്രാമിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇനി ടീച്ചേഴ്സിന് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ഡ്യൂട്ടീസാണ് പറയുന്നത്. ഹെഡുമായിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് പോകണം, അതുപോലെ ടീമിൻ്റെ മെമ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം, കൊളീഗ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻസിൽ ഇംപ്ലിമെൻറ്റേഷനൊക്കെ ഉള്ള സമയത്ത് അതിൽ ഇൻവോൾവ് ചെയ്യാൻ ഭാഗമാവണം. ടീച്ചേഴ്സിന് കമ്മ്യൂണിറ്റിയോടുള്ള ഡ്യൂട്ടീസാണ് പറയുന്നത്. Initiating social education programs to create social awareness, contacting the parents of his students as frequently as possible, കുട്ടികളുടെ പാരൻസിനെ വിളിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ടേക്കിംഗ് നോട്ട് ഓഫ് ദ വ്യൂസ് എക്സ്പ്രസ്ഡ് ഇൻ ദ പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻ മീറ്റിംഗ്, PTA പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നോക്കുക, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ സർവീസ്. അപ്പോൾ ഇത്രയും പറഞ്ഞതോടുകൂടി നമ്മുടെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ യൂണിറ്റ് 4 നമ്മൾ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഞാൻ റൺ ചെയ്തിട്ടാണ് പോകുന്നത്. യൂണിറ്റ് 4ഉം 3ഉം ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോകാനുള്ള റീസൺ നിങ്ങളുടെ എക്സാംസ് വളരെ അടുത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു യൂണിറ്റും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. സോ താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.